ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ബോക്സ് പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ ആണ്. നമ്മൾ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് പാർട്ടാണ് ഇതേപോലെ നമ്മൾ എടുത്തിട്ടുള്ളത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഷോൾഡർ നമ്മൾ 8 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ആം ഹോളും നമ്മൾ 8 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ചെസ്റ്റ് അളവ് 10 ഇഞ്ചും പ്ലസ് 1 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഷേപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത് 9 ഇഞ്ചും എക്സ്ട്രാ 1 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. ഹിപ്പ് റൗണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 10 ഇഞ്ചും പ്ലസ് 1 ഇഞ്ചും അത് പിന്നെ നമ്മൾ താഴത്തേക്ക് അങ്ങനെ ആ വീതിക്ക് അനുസരിച്ച് ജോയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. 1/2 ഇഞ്ച് നമ്മൾ സ്ലോപ്പും കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിടുത്ത് നമ്മൾ 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അതാണ്. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്കാണ് ഈ ഒരു ബോക്സ് പ്ലീറ്റ് വരുന്നത്. അത് ഇതേപോലെ നമ്മൾ ഒരു 4 ഇഞ്ച് വീതി കണക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കാം കേട്ടോ. 4 ഇഞ്ച് വീതി കണക്കാക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. നമുക്ക് എവിടെയാണോ ആ പ്ലീറ്റ്സ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് ഒരു 10 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മളവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കയറിയിട്ടാണ് ആ പ്ലീറ്റ് വേണ്ടിയെന്നുണ്ടെങ്കിൽ, നെക്കിൻ്റെ തൊട്ട് താഴെയാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലെങ്ത്ത് എടുക്കുക. ഇത് കുറച്ചും കൂടി ഇറങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക. ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ടിൽ എടുക്കുന്നത് വെറും 5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടി താഴത്തേക്കായിരിക്കും ഉണ്ടാവുക. 7 ഇഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുകളിലേക്കായിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 10 ഇഞ്ച് ഇതേപോലെ ഞാനിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലോക്ക് ഇടാൻ ശ്രദ്ധിക്കുക. അവിടെ നൂല് ആവാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. പിന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ചിങ് നിർത്തിയിട്ട് വീണ്ടും ഒന്നും കൂടി ബാക്കോട്ട് സ്റ്റിച്ചിങ് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ സെൻറ്ററിൽ ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സെൻറ്റർ ഇതേപോലെ പിടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഈ ഒരു പ്ലീറ്റ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് ആ നിവർത്തിയിട്ട് ആ ഒരു സെൻറ്റർ നമ്മൾ നിവർത്തിയത് കണ്ടില്ലേ, അതേപോലെ ഇതേപോലെ നിവർത്തിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ടാണ് അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് നമ്മുടെ നെക്കൊക്കെ ജോയിൻ ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതേ രീതിക്ക് നല്ല വൃത്തിക്ക് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലീറ്റ്സിൽ നല്ല വൃത്തിക്ക് തന്നെ സംഭവം കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് ചെയ്യാം. പിന്നെ ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അളവ് ചെയ്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ താഴത്തേക്ക് നമുക്ക് ചെറിയ പീസൊക്കെ ജോയിൻ ചെയ്യാനുണ്ടാവും. അത് നിങ്ങൾ പീസ് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. കുറച്ചും കൂടി വീതിയുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല നമുക്ക്. ഇവിടെ താഴത്തേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു പീസ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാണ്ട് കേട്ടോ. അപ്പം ഞാൻ ബാക്കിലും ഫ്രണ്ടിലും ക്യാൻവാസാണ് വെക്കുന്നത്. 3 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിടുത്താണ് നമ്മൾ ക്യാൻവാസിന് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഫ്രണ്ടിൽ നമ്മൾ 5 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിടുത്തും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ക്യാൻവാസിൽ ചെയ്യുന്ന സമയത്ത് 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ നമുക്കിതിൽ സ്ലീവ് ജോയിൻ ചെയ്യാനും അതേപോലെ തന്നെ പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാനും താഴത്തുള്ളത് മടക്കി അടിക്കാൻ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. എന്താ പറയുക, ഒരു വെറൈറ്റി ലുക്കാണ്. അതേപോലെ തന്നെ കുറച്ചും കൂടി കാണാനും ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതേപോലത്തുള്ള ടോപ്പ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ DM ആയിട്ട് അറിയിക്കുക. അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത്. കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ, നല്ല മെറ്റീരിയലാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു കട്ടിങ് കൊടുത്തിട്ട് ഇതേപോലെ നമ്മുടെ ക്യാൻവാസ് വെച്ചിട്ട് പീസ് ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ക്യാൻവാസ് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് മറിച്ച് അകത്തേക്ക് വെച്ചുകൊണ്ട് നമ്മൾ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. നെക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നില്ല. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് അകത്തേക്ക് മറിച്ചിട്ട് അതും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഈ ഫ്രണ്ട് നെക്ക് ഒന്ന് കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് ഇതേപോലെ നമ്മളൊന്ന് 5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ചൊക്കെ വിട്ടുങ്ങാണ്ട് ഇതേപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുക. പിന്നെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അകത്തേക്ക് മറിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് കിട്ടും കേട്ടോ. നമ്മൾ ക്യാൻവാസ് വെക്കുന്ന സമയത്ത് ഒന്നും കൂടി നല്ലൊരു നീറ്റാണ് നമ്മളെ നെക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ചെറിയ ചെറിയ കട്ടിങ് നമ്മൾ ഇട്ട് കൊടുക്കാം.
ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ വീണ്ടും മറിച്ചിട്ട് നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയാണ് ഇതിലെ മെയിനായിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതേപോലെ സിമ്പിളായിട്ടുള്ള ടോപ്സോ അല്ലെങ്കിൽ പ്ലീറ്റഡ് ടോപ്സോ അല്ലെങ്കിൽ അബായ സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് DM ആയിട്ട് അറിയിക്കുക. ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഇവിടെ വേണമെങ്കിൽ ഷെയർ ആക്കാം കേട്ടോ. നമ്മളിത് സെയിലാക്കുന്നുണ്ട്. അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിലും അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സെയിലാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.